2019 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആസ്ട്ര ഓപ്ഷൻ ഡീസൽ ഡീസലായിട്ട് നല്ല മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്ക് പറ്റുന്നുണ്ട്. ലോൺ എത്ര കയറും? പിന്നെ ടയർ മാറ്റി കൊടുക്കും. ടയർ തേഞ്ഞിട്ടാണുള്ളത്. മാറ്റും. 4 മാറ്റി കൊടുക്കും. 2 മാറ്റാം. ബാക്കി 2 ഓക്കെയാണ്. കസ്റ്റമർ ഡിപ്പെൻസ്. ഓക്കെ. അതൊരു വിന്റേജ് സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ മെഞ്ചാന്ന് ബ്രോസ്കാസില് ഗുരുവായൂർ ഒരു കോളേജ് സൈഡിൽ വെറുതെ കാണിച്ചതാ. അതെ, അതിന് പേരും വിളി എപ്പോഴും. ഓക്കെ, ഫുള്ള് കാണിച്ചോളൂ. ഇത് ഫുള്ള് കാണിക്കും. 17,000 വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 17,000 മാത്രം ഓടിയിട്ടുള്ളൂ ഈ വർഷത്തിനിടക്ക്. ഫുള്ള് പ്രോപ്പർ സർവീസ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാർ എടുക്കാൻ പറ്റിയ മറ്റൊരു ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാർ സ്റ്റോറി, കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളിയാണ് ലൊക്കേഷൻ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ലക്ഷറി കാറുകൾ അടക്കം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം. 2 ഓണേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഇത് നസീം ഭായ്, ഇത് അഷ്റഫ് ഭായ്. ഇങ്ങോട്ട് നോക്കും. ഓക്കെ. അപ്പോൾ നസീം കാ, സ്റ്റോക്കിനെ പറ്റി എന്താ പറയുക? എല്ലാ ടൈപ്പ് വണ്ടി ഇന്നുണ്ടോ നമ്മൾ കാണിക്കണ്ടോ? ഒരുവിധം എല്ലാ സെഗ്മെന്റ് വണ്ടികളും പ്രീമിയം ഉണ്ട്, ബഡ്ജറ്റ് വണ്ടികളുണ്ട്. എല്ലാ ഐറ്റം വണ്ടികളും സ്റ്റോക്ക് റെഡിയാണ്, അവൈലബിൾ ആണ്. വണ്ടിയുടെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വണ്ടി എടുത്തിട്ടുള്ളൂ. പിന്നെ വില എന്ന് പറയുമ്പോൾ മാന്യമായ രീതിയിൽ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നല്ല വണ്ടിയാണെങ്കിൽ ഒരു വില ആവുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും കൂടി നമ്മൾ പരമാവധി കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടെ നല്ല പ്രൈസിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്തതാണ്. ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും അവർ തിരിച്ചു പറഞ്ഞേക്കുക. മാക്സിമം സെയിലാക്കി വിടുള്ളൂ. ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി സുഖം പറയാം. പിന്നെ പ്രൈസ് എന്തായാലും കുറച്ചിട്ടുണ്ട് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങിയ സമയത്തൊക്കെ പ്രീമിയം കാറായിരുന്നു. അതെ, കേരള വണ്ടികൾ തന്നെ, ഒറിജിനൽ കേരള വണ്ടികൾ. അപ്പം പിന്നെ കസ്റ്റമർ ഒരു റിക്വയർമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ബഡ്ജറ്റ് കാറിലേക്ക് മാറ്റി. ഇപ്പം പ്രൈസും കൂടി ഒന്ന് ബഡ്ജറ്റ് ആക്കിയിട്ട് കൊടുക്കാന്നുള്ള ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും കസ്റ്റമർ കാണട്ടെ. എന്തായാലും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന അവസ്ഥ മാക്സിമം നല്ലൊരു പ്രൈസിൽ ക്ലോസ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ. നിങ്ങൾ കോഴിക്കോടേക്ക് വണ്ടി നോക്കാൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് കൂടെ ഒന്ന് വന്നു. ഇരിങ്ങാടൻ പള്ളിയാണ്. കോവൂര് വയനാട് റൂട്ടിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോ പിന്നെ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളും ചെയ്യാൻ പറ്റും. എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഉറപ്പല്ല. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ കസ്റ്റമർക്ക് വേണേൽ അവർക്ക് വേണേൽ ചെക്ക് ചെയ്യാം. നമുക്ക് അവർക്ക് അതിൽ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അവർക്ക് എങ്ങനെയാണോ അവരുടെ കണ്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുക്കും. ആരാ വീഡിയോയിൽ നിൽക്കുന്നതാരാ? ഡീറ്റെയിൽ ആരാ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ആദ്യ വാഹനം എന്താ? ഈ ക്രെറ്റ തന്നെയാണ്. ഡീസൽ ക്രെറ്റയാണ് അല്ലേ? ഡീസൽ 2023 മോഡൽ. 23. നല്ല മൈലേജ് ഉണ്ടാവേ. ഒരു 17-18 ഹൈവേയിലും കൂടുതൽ കിട്ടും. ഓക്കെ. ഡീസൽ മാനുവൽ ക്രെറ്റ 2023 മോഡലാണ്. 26 2-ാം മാസം, അടുത്ത മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? അടുത്ത മാസം വരെ വാറണ്ടിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വാറണ്ടിയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിക്ക് എന്ത് ചെറിയ കംപ്ലൈന്റോ എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവില്ല. വാറണ്ടിയിൽ ചെയ്തെടുക്കാൻ പറ്റും. വാറണ്ടിക്കാണെങ്കിൽ ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ. ഓക്കെ. 54,000 ഡീസലാണ്. അതിന്റെ ഒരു ഓട്ടം മാത്രം അല്ലേ? 3 വർഷം ആവാനായി. ഒരു ഓട്ടം മാത്രമേ ഓടിയിട്ടുള്ളൂ. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്കാ സർവീസിലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ ഏതായത്? 1.4 ഇ. ഓക്കെ. ബേസ് ആണ്. ബേസിൽ തന്നെ ഓൾമോസ്റ്റ് ബേസിക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും അല്ലേ? അത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നതിന്? 11,90. ഇപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റിൽ. ഓക്കെ. 11,90,000 രൂപയ്ക്ക് 2023 ക്രെറ്റ ഡീസൽ 1.4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 10-11 ലക്ഷം വരെ. പിന്നെ കസ്റ്റമർ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാറും. കൂടാൻ ചാൻസ് ഉണ്ട്. വണ്ടിക്ക് എന്തായാലും ഒരു 11 ലക്ഷം കിട്ടും. ചാൻസ് ഉണ്ട്. 11,90 ചോദിച്ചത്. അടുത്ത വണ്ടിയിലേക്ക് ക്രെറ്റ കണ്ട സ്ഥിതിക്ക് അടുത്തൊരു സെൽട്ടോസ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡല് X പ്ലസ് ആണ്. ഇതിന്റെ മേലെ വരിക GT ലൈനാണ്. ഓക്കെ. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. അതിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, ഈ 2 ഓപ്ഷൻ കൂടും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും GT ലൈനാണ്. ഓക്കെ. തൊട്ട് താഴെ ഡീസൽ മാനുവൽ ആണ്. 19 ഡീസൽ മാനുവൽ. ഓട്ടോ എത്ര പോയി?
1,15. 1,15,000 പ്രോപ്പർ സർവീസാ? പ്രോപ്പർ സർവീസ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി പോയിട്ടുണ്ട്. 1,15 ഡീസൽ മാനുവൽ ആണ്. മൈലേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഓട്ടം പോയത്. 20 ആ റേഞ്ച് ഒക്കെ കിട്ടും മൈലേജ്, ഓട്ടം പോയത്. സെയിം ക്രെറ്റന്റെ സംഭവം തന്നെയാ, സെയിം. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? എത്രയാ? നമുക്കൊരു ലാസ്റ്റ് ഒരു 10.7, 10,70,000. 10,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2019 ഡീസൽ മാനുവൽ HTX പ്ലസ് സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു 10 ലക്ഷം വരെയൊക്കെ ലോണും ചാൻസ് ഇല്ല? ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തതാ, നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ വിലക്ക് ഒരു S ക്രോസ് കൊണ്ടുപോകാം. ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. മാരുതിയിൽ അന്നത്തെ ഒരു അടിപൊളി വാഹനമല്ല, ഡ്രൈവിംഗ് കംഫർട്ടുള്ള. ഇതിനെ നിർത്തിയവരില്ലേ ഇത്? അറിയില്ല. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ ഡെൽറ്റ 20 സെക്കൻഡ് ഓപ്ഷൻ ഡെൽറ്റ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുമോ? ഇല്ല, ചെക്ക് ചെയ്യണം. ഓക്കെ. 80,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ. 80,000. പെട്രോൾ ഡീസലോ? പെട്രോൾ 80,000. ആ ഒരു വർഷത്തിന്റെ ഓരോട്ടം പോയിട്ടുണ്ട്. പിന്നെ പെട്രോളാണ്, വലിയ ഡീസൽ പോലെ മെയിൻ്റെനൻസ് വരില്ല. പൊതുവേ ഡീസൽ ആയാലും പെട്രോൾ ആയാലും മെയിൻ്റെനൻസ് കുറവാണ്. മാരുതി അല്ല. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. 4 ബ്രാൻഡ് ന്യൂ ടയറും സ്റ്റെപ്പിനും ഒക്കെ ഫുൾ ബട്ടണാ. നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. ഡെൽറ്റ തന്നെ അലോയ്സ്, പ്രൊജക്ട് ഹെഡ്ലാമ്പ് അങ്ങനത്തെ ഒക്കെ വരും അല്ലേ? ഫോഗ്ലാമ്പ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്, അതാ പറഞ്ഞത്. ഓക്കെ. മൈലേജ് ഒരു 11-15 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പെട്രോൾ ആണ്. എത്രയാണ് ചോദിക്കുന്നത്? എത്രയാ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇതൊരു ഓഫർ കൊടുത്തത്? ഒരു 6,90,000. 6,90,000. 6,90,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അപ്പോൾ ലോണും ഒരു 6-6.5 വരെയൊക്കെ കയറും അല്ലേ? വേറെ ക്ലെയിം ഹിസ്റ്ററി അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മെയിൻ ഒരാൾ ഉപയോഗിച്ചാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. നിങ്ങൾ ഈ മോഡലിലൊക്കെ ഒരു സ്വിഫ്റ്റിനൊക്കെ ഏകദേശം ഈ വില കൊടുക്കേണ്ടി വരും. അതിനാണ് ഈ ഒരു വണ്ടി കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ 2 ഇവിടെ ഉണ്ട്. ഒന്ന് കൈഗർ, ഒന്ന് ബ്രസയാണ്. ഇത് കൈഗർ. ഇതൊക്കെ ഡീറ്റെയിൽ വരുന്നത്? 2022 മോഡൽ. ഓക്കെ. CVT ഗിയർ ബോക്സ് ആണ്. CVT ഓട്ടോമാറ്റിക് 22 മോഡൽ. ഏതാ? ഫുൾ ഓപ്ഷൻ. ടർബോ 1 ലിറ്റർ RXZ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 1 ലിറ്റർ ആണ് വരിക. സിംഗിൾ ഓണർഷിപ്പ് അല്ല. ലോങ്ങിലൊക്കെ ഒരു 13-14 റേഞ്ച് വരെ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നും ഇല്ല. ലേഡി ഉപയോഗിച്ച വെഹിക്കിളാണ്. ഓട്ടോ എത്രയാണ് പോയത്? 40,000. 2022 26 നോർമൽ ഓട്ടം തന്നെ. ഒരു ക്ലെയിമില്ല, നീറ്റ് വണ്ടി. എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? 690. 6,90,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് RXZ ഫുൾ ഓപ്ഷൻ ഡ്യുവൽ ടോൺ കളറിലടക്കം പുതിയ വണ്ടിക്ക് പ്രൈസിൽ മാറ്റം വരിക. ഡ്യുവൽ ടോൺ ഈ ഒരു കൈകർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഓൺ റോഡ് 12 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 12 സംതിങ് ഉണ്ട്. ഇത് ഇറങ്ങുന്ന കാലത്ത് ഇതിനേക്കാൾ മേലെ വില ഉണ്ട്. ഇപ്പോൾ GST കുറവാണ്. GST പ്ലസ് ഓഫർ, അഡീഷണൽ ഓഫറും കൂടിയിട്ടാണ് 12,500 അടുത്തുണ്ട്. ഇപ്പോൾ യൂസ്ഡ് വെഹിക്കിളാണെങ്കിൽ, ഫ്രഷ് വെഹിക്കിളാണെങ്കിൽ എടുക്കുന്ന കസ്റ്റമറാണ് ഇപ്പം അവരൊക്കെയാണ് ഇപ്പം ബെനിഫിറ്റ് കൂടുതൽ. അതെ തീർച്ചയായും. ഓക്കെ. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ഓൾമോസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരു 6.5 വരെ കിട്ടുമായിരിക്കും അല്ലേ? അടുത്ത ഡ്യുവൽ ടോൺ റെഡ് ആൻഡ് ബ്ലാക്ക് ബ്രസ്സയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2022 ZXi മാനുവൽ പെട്രോൾ. ഓക്കെ. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ചെറിയ എന്തോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനത്തെ മാറ്റമേ ഉള്ളൂ. ന്യൂ ഷേപ്പിൽ. ഓക്കെ. 22 മോഡൽ അല്ലേ? ഇപ്പൊ വാറണ്ടി കാര്യങ്ങളൊന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എത്ര ഓട്ടം? 43,000. 43,000 കിലോമീറ്റർ. ZXi ആണ്. പെട്രോൾ, ഓട്ടോമാറ്റിക് മാനുവൽ ബ്രസ. ഓക്കെ. ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. എത്ര ഇനി ചോദിക്കുന്നത്? എത്ര ഇപ്പോൾ? 945. 9,40,000 രൂപയ്ക്ക് 22 മോഡൽ ZXi ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ സർവീസ് പോയ വണ്ടിയാണ്. ഒരു ക്ലെയിം പോലല്ലോ? ഇല്ല, ക്ലെയിമും കാര്യങ്ങളും. ഓക്കെ. ഒരു 9 ലക്ഷം തന്നെ ലോൺ കയറുമോ? ഒരു 8.5 ഇൻ ബിറ്റ്വീൻ. 8-9 വരെ ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ പെട്രോൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് സെമി ഹൈബ്രിഡോ സ്മാർട്ടാ? സെമി സ്മാർട്ടാണ്. ഫുൾ ഹൈബ്രിഡ് അല്ല, സ്മാർട്ടാണ്. അപ്പോൾ മൈലേജ് 17 വരെയൊക്കെ ചാൻസ് ഉണ്ട്. ഹൈവേയിൽ മൈലേജ് ഉണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ നല്ല അടിപൊളി ജീപ്പ് കോമ്പസ് ആണ്. ഇപ്പൊ വന്ന് കയറിയതാ വണ്ടി? ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. കോസ്മെറ്റിക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഒരു പി വരാനുണ്ട്, പോളിഷ് ചെയ്യാനുണ്ട്. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? 2019 മോഡൽ സെക്കൻഡ് ഓണർ ഡീസൽ. 19 ഡീസൽ ആണ് സെക്കൻഡ് ഓണർ. ഏതാ ഓപ്ഷൻ? ലിമിറ്റഡ്. ടോപ്പിന്റെ തൊട്ട് താഴെ, പ്ലസ് അല്ല, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. 57,000 ഓടി. ഏതാ? 57,000
57 57,000 2018 സോറി 19 57,000 വലിയൊരു ഓട്ടം പോയിട്ടില്ല. ആ ഒരു വർഷം സംബന്ധിച്ച് ഡീസലുമാണ്, 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഒരു 13-15 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. സിറ്റിയിൽ കിട്ടും, ലോങ്ങിലും മൈലേജ് കൂടുതലാണ്, സിറ്റിയിൽ 13-14 ആ റേഞ്ച് കിട്ടും സിറ്റി തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ ലോങ്ങിൽ എന്തായാലും 17 വരെ കിട്ടും, 17 അല്ലേ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്ന് വൃത്തിയാക്കി എടുക്കണം വണ്ടി, കുറച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഔട്ടറിലെ ലുക്ക് അത് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യും, ക്ലീൻ ആക്കിയിട്ടേ തരുള്ളൂ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന കോലത്തിലായിരിക്കില്ല കിട്ടുക. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സെക്കൻഡ് ഓണർ, 57,000 കിലോമീറ്റർ, 2019 ലിമിറ്റഡ് കോമ്പസ് ഡീസൽ. എത്ര കൊടുക്കാം നമുക്ക്? 10,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ കോമ്പസ് കൊണ്ടുപോകാം. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു പ്രീമിയം SUV കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ജീപ്പിന്റെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങളെല്ലാം ചെക്ക് ചെയ്തല്ലേ, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണേൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഒരു 10 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടോ? ചാൻസ് ഉണ്ട്. ഓക്കെ, അഷ്റഫ് കുറച്ച് നെർവസ് ആണ്. എനിക്ക് ലോണിനെ പറ്റി അത്ര ലോണിനെ പറ്റിയല്ല, മൊത്തത്തിലൊരു പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ അത് ചെയ്യുന്നത്, ഷൂട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, അത് പ്രശ്നമാക്കണ്ട, ശരിയാവും. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു വലിയ സെഗ്മെന്റ് ആണ്. ഇന്നോവ ക്രിസ്റ്റ KL 27 രജിസ്ട്രേഷൻ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2022 7 മാസം വണ്ടി, 2.4 Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, 2.4 Z ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വയ്ക്കുന്നത്. ഓക്കെ, 67,000 ഓടിയിട്ടുണ്ട്, 67,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്, 2022 മോഡല്. അപ്പോ ഫാൻസി നമ്പറാണ്, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഫാൻസി നമ്പർ 6,000 ആണ് നമ്പർ, 6,333. 6,000 മറ്റേ വണ്ടിയാണ്. ഓക്കെ, 6,000 മാറുന്നുണ്ട്. ഇത് 333. അപ്പൊ 4-3 ആണ് അല്ലേ വരുന്നത്. ഓക്കെ, അതാണ് നമ്പർ. ഫാൻസി ആണ്, അടുത്തത് ഫാൻസി ആണ്, പക്ഷെ അതിലും ഫാൻസി ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ 22 മോഡല്, 2.4 Z ഓട്ടോമാറ്റിക്, ലോ കിലോമീറ്റർ വണ്ടിയാണ്. എത്രയാ ചോദിക്കുന്നത് ഇതിനിപ്പോ? ഇത് നമ്മള് ലാസ്റ്റ് 28,90,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക് വാഹനം. ക്രിസ്റ്റ നിർത്താൻ പോവാന്ന് ന്യൂസ് കേൾക്കുന്നുണ്ടല്ല, എന്താ സത്യാവസ്ഥ നിർത്താൻ പോവാന്ന് കേൾക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ, ഇപ്പൊ ഓട്ടോമാറ്റിക് ഇല്ല, ഇപ്പൊ മാനുവൽ തന്നെ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ നിർത്താൻ പോകുന്നത് പുതിയതോ കിടിലം പോലത്തെ ഐറ്റം വരാനുണ്ടാവും. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 25 ലക്ഷത്തിന്റെ മേലെ ലോൺ വരും. അടുത്തത് ഒരു റയർ ഐറ്റം ആണ്, പെട്രോൾ ക്രിസ്റ്റ തപ്പുന്നവരുണ്ടെങ്കിൽ ഒരു പീസ് ഇവിടെ ഉണ്ട് അല്ലേ. അതും കേരള ഒറിജിനൽ കാലിക്കറ്റ് രജിസ്ട്രേഷൻ, KL 11 ഒറിജിനൽ കേരള വണ്ടി, പെട്രോൾ ക്രിസ്റ്റയാണ്. ചിലർ വിളിക്കാറുണ്ട് പെട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചു, കാരണം അത്രയോ റയർ ആണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡല്, 2.7 Z ഓട്ടോമാറ്റിക്, 2.7. ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പില്, സെക്കൻഡ് ഓണർ. ഓക്കെ, 16 മോഡൽ അല്ല, 97,000 ഓടിയിട്ടുണ്ട്, 97,000. ആ ഒരു വർഷം വെച്ച് നോക്കുമ്പോ ഓക്കെ. പിന്നെ വണ്ടി പെട്രോളും ആണ്, കുറച്ചുകൂടി റിഫൈൻഡ് ആയിരിക്കും അല്ലേ. ഓട്ടമില്ലാത്ത ചില ഫാമിലീസ് മെമ്പേഴ്സ് അവർക്കൊക്കെ ബെസ്റ്റ് വണ്ടി, ചില നിർത്തിയിട്ട് പോയാലും ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. ഇനി പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ 7 പേർക്ക് യാത്രയും ചെയ്യാം. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ, Z ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗം എല്ലാം ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്, ഏറ്റവും അട്രാക്റ്റീവ് കളറാണ്, വൈൻ റെഡും ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ പ്രൈസ്? എങ്ങനെയാ? 14,25,000 രൂപയ്ക്ക് 2016 Z ഓട്ടോമാറ്റിക് 2.7 പെട്രോൾ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകും. പെട്രോൾ ആരാധകർ പെട്ടെന്ന് തന്നെ മിസ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ലോൺ എത്ര കയറി? 13 ലക്ഷം. അതിന്റെ മേലോട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് എക്കാലവും ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു വാഹനം അല്ലേ, മിനി കൂപ്പർ S ആണ്. ഇത് അതർ സ്റ്റേറ്റ് ആണോ അതോ? മിനി കൂപ്പർ സ്പോർട്സ് കാർ സെഗ്മെന്റ് ആണ്, ഇത് പാൻ ഇന്ത്യ കാറാണല്ലോ. അപ്പൊ അധികം ആൾക്കാരും ഇപ്പം ബോംബെ നിന്നൊക്കെ ഡൽഹിയിൽ നിന്നാണെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഇവിടെ അവിടെ ഡോർ നമ്പറിൽ വെച്ച് ഇവിടെ ഉപയോഗിക്കാന്നുള്ള അവർ മാറ്റൂല. ഇൻ കേസ് വണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ സെയിൽ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതുകൊണ്ട് ആ ഒരു രജിസ്ട്രേഷനിലാണ് നിൽക്കുക. അഡ്രസ് ചേഞ്ചിങ് നടക്കും. ഓക്കെ, ഇപ്പൊ എവിടെയുള്ളത്? HR രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡല്? 18 മോഡല്, ഇയർ ഓഫ് മാനുഫാക്ചർ, 19 8 മാസം ഡെലിവറിയാണ് രജിസ്ട്രേഷൻ അല്ലേ. 18 മോഡലോട് 19 രജിസ്ട്രേഷനും പോയിട്ടുണ്ട്. ഡീസൽ, പെട്രോൾ. മെയിൻ അട്രാക്ഷൻ 17,000 വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ, 17,000 മാത്രം ഓടിയിട്ടുള്ളൂ ഈ വർഷത്തിനിടക്ക്. ഫുള്ള് പ്രോപ്പർ സർവീസ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. ആ ടയറിലൊക്കെ ഒറിജിനൽ ടയർ.
ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു കൂപ്പർ എസ് ആണ് പെട്രോൾ. എത്ര ഇതിപ്പോ ചോദിക്കുന്നത് NOC പ്രൈസ് എങ്ങനെയാ? 29,000. എത്ര? 29,000. 29,50,000 രൂപ NOC പ്രൈസ് ആണ്. ഇങ്ങോട്ടേക്ക് മാറണ എത്ര വേണ്ടി വരും? 4 ലക്ഷം കിട്ടും. 4-5 റേഞ്ച് വരും. 4-5 അവർക്ക് വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ കൊടുക്കാം, നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. NOC ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞ ശേഷം ലോണും കാര്യമൊക്കെ കിട്ടും, അല്ലാണ്ട് ഒന്നും കിട്ടൂല അല്ലേ? ഓക്കെ, ലോ കിലോമീറ്റർ കൂപ്പർ എസ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയ സെൽട്ടോസ് ഫസ്റ്റ് ഷേപ്പ് സെൽട്ടോസ് ആണ്. KL72 ബത്തേരിയ, സുൽത്താൻ ബത്തേരി രജിസ്ട്രേഷൻ ആണ്, വയനാട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡല്, HTE മോഡല്, ഡീസൽ മാനുവൽ. ബേസ് ഡീസൽ മാനുവൽ ആണ് 2019. പക്ഷെ അഡീഷണലി അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ മാറ്റി കൊടുക്കും, ടയർ തേഞ്ഞിട്ടാണുള്ളത്. മാറ്റും, 4 മാറ്റി കൊടുക്കാം. 2 മാറ്റാം, ബാക്കി 2 ഓക്കെയാണ്. കസ്റ്റമർ ഡിപ്പെൻസ്. ഓക്കെ, നോക്കിയിട്ട് ചെയ്ത് തരാം. ഓക്കെ, 2 ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AC പോർഷനും പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. നല്ലൊരു കളറാണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോ എത്രയാ പറഞ്ഞത്? 84. 84,000 2019 HTE ഡീസലാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നല്ലോണം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? 8,90,000. 8,90,000 രൂപയ്ക്ക് 2019 ഡീസൽ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിന്റെ വേറെ കളറുണ്ട് നമ്മുടെ അടുത്ത്. 2020 മോഡല് 20 ഉണ്ട്. അത് വൈറ്റ് കളറാണ്, കാലിക്കറ്റ് രജിസ്ട്രേഷന്. പക്ഷെ 1,15,000 ഓടിയിട്ടുണ്ട്. ഡീസലാ? ഡീസൽ മാനുവൽ. ഓക്കെ, സെയിം വേരിയന്റ് തന്നെ. അതിന് എക്സ്ട്രാ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അത് 10,000 ചോദിക്കുന്നത്. ഓക്കെ, അത് നെഗോഷ്യബിൾ ആണ്. വേറെ ഉണ്ട്, രണ്ടും ഏതാ വേണമെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായി i20 റെഡ് i20 ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 i20 ആസ്റ്റ ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിന്റെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പിന്റെ ഡീസൽ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പെട്രോൾ ആണെങ്കിൽ 11-13 കണ്ടാൽ മതി. മൈലേജ് കുറവാണ്. ഇത് അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, കിലോമീറ്റർ അഡീഷണൽ 1,02,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്. സർവീസ് ഒക്കെ പ്രോപ്പറാണ്. 1 ലാഖിന് സർവീസ് ഇപ്പോൾ കഴിഞ്ഞ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയുള്ള വണ്ടിയാണ്. 2018 ആസ്റ്റ ഓപ്ഷനിൽ ഡീസൽ. എത്ര കൊടുക്കുന്നത്? 6,10,000. 6,10,000 2019 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷനിൽ ഡീസൽ. അതും ഡീസലായിട്ട് നല്ല മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പറ്റുന്നുണ്ട്. ലോൺ എത്ര കയറും? ഒരു 5.5 4.5 ആ റേഞ്ച് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഒരു പ്രീമിയം കാറ്റഗറി മെർസിഡസ് ബെൻസ് GLA 200D. നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ. നല്ല മൈലേജ്. ഓക്കെ, ക്രൂസ് കൺട്രോളൊക്കെ ഓടിക്കാൻ 23 ഒക്കെ കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലേ? അത്രയും ലോങ് ഹൈവേ ഡ്രൈവ് ആണ് പറയുന്നത്. സിറ്റിയിലാണെങ്കിൽ 16-17 ആ റേഞ്ച് കിട്ടും. ഓക്കെ, ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2019-20 രജിസ്ട്രേഷൻ. 19 ഇയർ ഓഫ് മാനുഫാക്ചറിംഗ്. 20 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെ. കേരള കാലിക്കറ്റ് രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ, സിംഗിൾ 11 ഫാൻസി നമ്പറിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, വെറും 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ 53,000. ഓക്കെ, പ്രോപ്പർ സർവീസ്. സർവീസ് ഒക്കെ കമ്പനി തന്നെ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, പാനോറമിക് സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ് ഇത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റിയ നല്ലൊരു ഡീലാണ്, ഓപ്ഷനാണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ 28,50,000 ഒറിജിനൽ കേരള വണ്ടി. ഇതിപ്പോൾ പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? 60. ഇപ്പം ഈ സ്പെക്കലല്ലായിരുന്നു, ഇപ്പൊ 220 ഷേപ്പ് ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. അതില് ഒരു 60 AMG ആണെങ്കിൽ 62-64 വരുന്നുണ്ട്. നോർമൽ ആണെങ്കിൽ 59 ആ റേഞ്ച് വരുന്നുണ്ട്. 59 റേഞ്ച് ഉണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഒരു 50 ലക്ഷത്തിനടുത്തുണ്ടോ? റേഞ്ച് വരുന്നുണ്ട്. ആ റേഞ്ചിൽ ഏകദേശം ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോണും കിട്ടുമോ? 25-ന്റെ മുകളിലേക്ക് 25 ലോണ് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്ലെയിം ഇല്ല. നീറ്റ് വണ്ടിയാണ്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അടുത്ത വണ്ടി കോളിസ് ആണ്. അത് എൻ്റെ പാർട്ണർ, ഒരു റയർ ഐറ്റം ആയതുകൊണ്ട് പാർട്ണർ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വണ്ടികളുണ്ട്. പക്ഷെ ഇതിലിപ്പം ടൈമില്ലാത്ത കാരണം ഇങ്ങനെ റാണ്ടമായി പറഞ്ഞു പോയാലോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണെന്നുള്ളത്. സ്കോഡന്റെ 2022 മുകളിൽ സ്ലാവി ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക്, 40,000 ഓടിയ വണ്ടി ഉണ്ട്. അതെത്ര വയ്ക്കുന്നത്? അത് നമുക്കൊരു 10.5 ലക്ഷത്തിന് കൊടുക്കാം. 10,50,000 ഓട്ടോമാറ്റിക്. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. പിന്നെ 2022 സോണറ്റ് ഡീസൽ മാനുവൽ ഉണ്ട്. HTX സൺറൂഫ് വരുന്ന വേരിയന്റ്. കാലിക്കറ്റ് വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ, 82 ഓടിയിട്ടുണ്ട്. അതൊരു 9.25 ആണ്. അത് കുറച്ച് റേറ്റിൽ കൂടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ GST കുറഞ്ഞല്ലോ, അതിനുശേഷമാണ്. പിന്നെ നമ്മള് സെൽറ്റോസ് നേരത്തെ പറഞ്ഞു, വൈറ്റ് വണ്ടി 10 ചോദിക്കുന്നത്, 1 ലക്ഷം ഓടിയ വണ്ടി. പിന്നെ താറുണ്ട്, 2021 ഡീസൽ മാനുവൽ ഉണ്ട്,
ഓക്കെ. അതുപോലെ PY ക്രിസ്റ്റ ഉണ്ട് 2020. പോണ്ടിശ്ശേരി ക്രിസ്റ്റൽ ജാസ് കാണുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികൾ വേറെ ഉണ്ട്. ജീപ്പ് കോമ്പസ് 2017 മുതൽ 46,000 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി, സിൽവർ കളർ. ഓക്കെ, സിൽവർ കളർ. ഓക്കെ, നേരത്തെ നമ്മളൊരു കോമ്പസ് കാണിച്ചിരുന്നു, വേറെ ഉണ്ട് സിൽവർ. പിന്നെ ജാസ് നല്ല മൈലേജിൽ വണ്ടി നോക്കുന്ന ആളുണ്ടെങ്കിൽ ജാസ് ഡീസൽ 2018 മോഡല് അറൌണ്ട് 84 ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. അല്ല 1 lakh ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. ഏതാ വി ഓപ്ഷൻ? ബി അല്ല, എസ് ഓപ്ഷൻ. എസ് മിഡില്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 5 lakhന് 20 മേലെ 25 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടി. ഓക്കെ, എന്തായാലും അത്രയും വണ്ടികൾ ഇനിയും ഉണ്ട്. സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട്. സ്വിഫ്റ്റ് ഉണ്ട്, ആൾട്ടീസ് ഉണ്ട്. ഓക്കെ, ബെൻസ് പഴയപ്പോൾ 2013-14 ബെൻസ് സി ക്ലാസ് ഉണ്ട്. അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചോ, നമുക്ക് കോളേജിലേക്ക് പോകാം. പിന്നെ കസ്റ്റമർ പേരാണ് കാലിക്കറ്റ് വന്നാൽ ഇവിടെ എന്തായാലും മസ്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്താൽ കുറെ വണ്ടികൾ കാണാം. ഓക്കെ, ഒന്ന് അന്വേഷിച്ചിട്ട് പോവാം ഇവിടെ കൂടെ അല്ലേ. ഇതൊരു ഒറ്റപ്പെട്ട ഷോറൂമാണ്, ഈ ഭാഗത്തേക്ക് വേറെ ഷോറൂമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു അടിപൊളി കോളിസ്, അതായത് വിന്റേജ് സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ മെഞ്ചാന്ന് ബ്രോസ്കാസിൽ ഗുരുവായൂർ ഒരു കോളിസ് സൈഡിൽ വെറുതെ കാണിച്ചതാ. അതെ, അതിന് പേരും വിളി എപ്പോഴും. ഓക്കെ, ഇത് ഫുള്ള് കാണിക്കും. ഇത് KL 10 രജിസ്ട്രേഷൻ. അപ്പൊ ഇത് അവസാനത്തെ വണ്ടി ആയതുകൊണ്ട് ഡീറ്റെയിൽ പറഞ്ഞത് നസീബിക്കാണ്. വേറെ ഒന്നല്ല, ഈ വണ്ടി പുള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2003 മോഡൽ 3 ആണ് അല്ലേ? ഓക്കെ, എല്ലാം മൊത്തത്തിൽ അടിപൊളിയാക്കി ഉണ്ട് അല്ലേ? ഇന്ത്യൻ ഇത് കൊടുക്കാൻ വിചാരിച്ചതല്ല, ജിംബായി വന്നിട്ട് ഇതൊന്ന് വീഡിയോ ചെയ്യാനല്ല ചോദിച്ചു. ആ സമയത്ത് വീഡിയോ ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ കൊടുക്കൂലേ? കൊടുക്കാം, ഇതിന്റെ ആരാധകർ വരുന്നേ വേണം. ആരാധകർ തന്നെ കൊടുക്കും. വണ്ടി വീഡിയോയില് ബാക്കി മോഹ വിലയാണ് വണ്ടിക്ക് വരിക കോളിസിന്. ഞാൻ അവിടെ ബ്രോസിൽ കാണിച്ചത് മോഹ വില തന്നെയാണ്. അപ്പോ ഇത് പേപ്പറിന്റെ അവസ്ഥ എന്താ? ഇപ്പോ 28 വരെ നിലവിൽ പേപ്പർ നിൽക്കുന്ന വാഹനം. പിന്നെ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ വർഷമില്ലല്ലോ. 2 lakh ഇപ്പം എക്സ്ട്രാ ചെയ്താണ് കോയമ്പത്തൂർ പോയിട്ട്. 2 lakh. ഓക്കെ, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് കിലോമീറ്റർ എത്രയാണ്? 220 ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് ഉണ്ട്, പക്കാ സർവീസ് ഉണ്ട്. ഓക്കെ, ടയർ ഭാഗം എല്ലാം അടിപൊളി അലോയ്സ് ചെയ്ത വണ്ടി. ഈ വണ്ടി ഞാൻ പറയാൻ കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി അതുകൊണ്ടാണ്. ബാക്കിയുള്ള വണ്ടിയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ അസുഖമായിരുന്നു. ഓക്കെ, അപ്പോ വില പറയൂല, വില വണ്ടി ആവശ്യക്കാര്, അതായത് ഇത് ഇഷ്ടപ്പെടുന്നവരെന്തായാലും വിളിച്ചോളും, അവര് വിളിച്ചോളും അല്ലെ. ഞാനിപ്പോ വില പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കറിയായിരിക്കും. ഓക്കെ, എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാർ സ്റ്റോറിയിലെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിൽ കൊടുത്ത റൈറ്റ് ഓഫ് കോർണറിൽ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.